ആധുനിക സംസ്ഥാന സർക്കാരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയ വീഴ്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP പഴിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കിപ്പം ഡോക്ടർ വി ശിവദാസനുണ്ട്. ഡോക്ടർ വി ശിവദാസൻ ഇതാണ് ചോദിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസിലെ റവന്യൂ മന്ത്രിയുടെ ഉദ്യോഗസ്ഥരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത്. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മറ്റെല്ലാ പാർട്ടികളുടെയും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. അവരെ കാണിച്ചാണ് ഈ കരട് വോട്ടർ പട്ടിക അന്തിമഘട്ടത്തിലേക്ക് പോകുന്നത്. ആ സാഹചര്യങ്ങളിലൊന്നും ഇല്ലാത്ത പരാതി ഇപ്പോൾ എങ്ങനെ വന്നു? ഇവിടെ അരുൺ, ഞാനിപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിൽ കൊണ്ടാണ്. ന്യൂഡൽഹി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ചത് കേജ്രിവാളും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത് ഡൽഹിയിലെ. അവിടെ മത്സര സമയത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേജ്രിവാൾ പറയുകയുണ്ടായി 5000-ലധികം വോട്ടുകൾ, ഇവിടുത്തെ ഒറിജിനൽ വോട്ടർമാരുടെ വോട്ടുകൾ BJP നേതൃത്വത്തിൽ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നും കള്ള വോട്ടുകൾ 7000 കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നും അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് നമ്മളെ മുമ്പിലുള്ളൊരു ചിത്രമാണ്, ഓർമ്മയാണ്. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ 4000 ചില്ലാനം വോട്ടിനാണ് BJP ജയിക്കുന്നതും കേജ്രിവാൾ പരാജയപ്പെടുന്നതും. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഒരു ആക്ഷേപം അവരുയർത്തുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർത്തിയ ആക്ഷേപത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തോടുകൂടി പരിഗണിക്കുന്നില്ല. സഞ്ജയ് സിംഗ് എന്ന BJPയുടെ MP ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, BJPയുടെ പ്രതിനിധികൾ, BJPയുടെ നേതാക്കന്മാർ അവർ തൻ്റെ ഭാര്യയുടെ വോട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരാതി കൊടുത്തിരുന്നു 1 തവണ എന്ന് സഞ്ജയ് സിംഗ് പരസ്യമായി പറയുകയുണ്ടായി. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇത് രാഹുൽ ഗാന്ധി പറയുന്നതിന് മുമ്പ് തന്നെ പലരും പറഞ്ഞു കഴിഞ്ഞതാണ്. ബീഹാറിൽ ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത് സമാനമായിട്ടുള്ള വിഷയമാണല്ലോ, SIR-ൻ്റെ മുകളിൽ. എന്താ SIR? ഇവിടെ ചർച്ച ചെയ്യുന്ന ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധിയും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, പറയുന്ന വോട്ടർ പട്ടിക അവിടെ സ്വീകാര്യമല്ല, ആധാർ കാർഡ്, വോട്ടർ ID സ്വീകാര്യമല്ല, ആധാർ ID സ്വീകാര്യമല്ല. ആധാർ കാർഡും വോട്ടർ IDയും ഒന്നും സ്വീകാര്യമല്ലാതിരിക്കുകയും മുത്തച്ഛന്മാരുടെ ജനന സർട്ടിഫിക്കറ്റുമായിട്ട് വോട്ട് കൂട്ടിച്ചേർക്കാൻ പോകേണ്ടി വരികയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുമപ്പുറത്ത് മറ്റൊരു വിഷയം എന്താണ്? ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ പ്രയാസപ്പെടുമ്പോൾ അവർ ദൂരദേശങ്ങളിൽ പണിക്ക് പോയി വോട്ട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി മാത്രമായി 10,000-കണക്കിന് രൂപ കളഞ്ഞ് തിരിച്ചു വരാൻ പറ്റാത്ത, വോട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത പാവപ്പെട്ടവർക്ക് വോട്ടില്ലാതാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ BJPയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പല നിലയിൽ പല ഇടങ്ങളിൽ വോട്ട് കൂട്ടിച്ചേർക്കപ്പെടുകയും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ അവരുടെയൊക്കെ പേര് വരികയും ചെയ്യുന്നു എന്നുള്ളത് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ ബീഹാറിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മിഷനറിയെ BJP എല്ലാ അർത്ഥത്തിലും, BJP RSS വൽക്കരണം അതിഭീകരമായ നിലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ പാർലമെൻറ്റ് ഉൾപ്പെടെ കണ്ടിട്ടുള്ള കാര്യവുമാണ്. പാർലമെൻറ്റിനകത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഞങ്ങളെല്ലാം ആ ചർച്ചയിൽ സജീവമായി ഇടപെടുകയും അതിനെതിരായിട്ട് പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പ്രധാനമന്ത്രിയും അതിനൊപ്പം ക്യാബിനറ്റിലെ ഒരു മന്ത്രിയും ചേർന്ന് നിശ്ചയിക്കുന്ന ഒരാൾ മാത്രമായി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇന്നത്തെ ചിത്രം. എന്ന് പറഞ്ഞാൽ BJPയുടെ ദാസ്യവേല ചെയ്യുന്നവർക്ക് മാത്രം കയറിയിരിക്കാൻ പറ്റുന്ന ഒരു പദവിയായി ഇലക്ഷൻ കമ്മീഷനെ മാറ്റാൻ പാടില്ല എന്നാണ് ഞങ്ങൾ അന്നേ പറഞ്ഞത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അത് എല്ലാ അർത്ഥത്തിലും ന്യൂട്രലായി, അത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ബോഡിയായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളാകെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കുകയും അതിൽ നിന്ന് RSS BJP നേതൃത്വം പിൻവലിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കൊപ്പം തന്നെ ശിവദാസൻ MP ഇപ്പോൾ കർണാടകയിൽ അവിടെ കോൺഗ്രസ് ഭരിക്കുന്നു. ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടുത്തെ സർക്കാരിൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥരല്ലേ വോട്ടർ പട്ടികയിൽ ആളെ കൂട്ടിച്ചേർക്കുന്നത്? ഒരൊറ്റ മുറിയിൽ 10,452 വോട്ടർമാരെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവിടെ ആ കർണാടക സംസ്ഥാന സർക്കാരിന് മാറാൻ കഴിയുമോ? കേന്ദ്രത്തിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ടല്ലല്ലോ വോട്ടർ പട്ടികയിൽ പേര് കൂട്ടിച്ചേർക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ BJPക്ക് വേണ്ടിയിട്ട് കൂട്ടിച്ചേർക്കൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ബൂത്ത് ലെവൽ ഓഫീസർമാരും അത് പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരെ ഡെപ്യൂട്ടി ചെയ്ത റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ? ആ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനില്ലേ? അരുൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ BJPയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പിടിമുറിക്കാൻ നോക്കുന്നത് എന്നുള്ളത് ഒന്നാമതായി ഓർമ്മിക്കുക. 2,
BLOമാർക്ക് നേരിട്ട് ഡൽഹിയിൽ വിളിച്ചു വരുത്തി നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. പിന്നെ റവന്യൂ വകുപ്പാണ് വോട്ടർമാരെ കൂട്ടിച്ചേർക്കുകയും വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് എന്ന് ആരാണ് പറയുന്നത്? ആരാണ് ഇദ്ദേഹത്തെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. മൂന്നാമത്തെ കാര്യം ഇദ്ദേഹം പറയാണ്, എന്താ ഈ വോട്ടർ പട്ടികയുടെ കോപ്പി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കുന്നുണ്ടല്ലോ, ബൂത്ത് ലെവലിൽ തന്നെ എല്ലാവർക്കും വിതരണം നടത്തുന്നുണ്ടല്ലോ എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് അവർ പണമടച്ചാൽ അവർക്ക് കോപ്പി കൊടുക്കുന്ന സംവിധാനം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ആകെ സുതാര്യമായ നിലയിൽ നടത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? കർണാടകത്തിൽ നടന്നിട്ടതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ഞാൻ അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. മര്യാദയും മാന്യതയും കാണിക്കുക. പറയുമ്പോൾ ആ പറയുന്നയാളെ പറയാൻ അനുവദിക്കുക. അങ്ങയുടെ സമയത്തിനനുസരിച്ച് പറഞ്ഞു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിലെ റവന്യൂ അങ്ങ് പറഞ്ഞോളൂ. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടപെട്ട് സംസാരിക്കുന്നത് മര്യാദയില്ലായ്മയാണ്. അതുകൊണ്ട് ദയവായി മര്യാദയില്ലായ്മ ആവർത്തിക്കാതിരിക്കുക. ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോപ്പി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നതല്ല. അങ്ങനെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ റവന്യൂ വകുപ്പാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിൽ ഇപ്പോൾ റവന്യൂ വകുപ്പാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മാത്രം നമുക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഇവിടെ പശ്ചിമ ബംഗാളിലെ അവരുയർത്തുന്ന SIRമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റവന്യൂ വകുപ്പല്ലേ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണോ പോവുക? റവന്യൂ വകുപ്പാണ് ചെയ്യുക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് കേരളത്തിലായാലും എവിടെയാണെങ്കിലും. അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുഖ്യ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നെറികെട്ട പ്രവൃത്തി, ആ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള കള്ളവാദങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യം എടുക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് പ്രധാനമന്ത്രിയും ഒരു മന്ത്രിയും മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയും ചേർന്ന് കഴിഞ്ഞാൽ നിയമിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരാൾ മാത്രമേ വരൂ എന്ന് ഉറപ്പുവരുത്തുകയാണ് അവർ ചെയ്തത്. 2, തിരഞ്ഞെടുപ്പിനകത്ത് BLOമാരെ നേരിട്ട് വിളിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ വ്യക്തതകൾ, അതിൻ്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്ന Debate with Dr. Arun Kumar.